നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മളിന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ, അതായത് അശ്വതി, ഭരണി, കാർത്തിക, ഒന്നാം പാദം, ഈ നക്ഷത്രക്കാരുടെ മിഥുന മാസത്തിലെ ഫലമാണ് പറയുന്നത്. മിഥുനം, കർക്കിടകമൊക്കെ ഈ ഫലം ബാധിക്കാവുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു സമയസ്ഥിതിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം അശ്വതി നക്ഷത്രം, മേടൻ രാശിയിൽപ്പെടുന്ന അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക ഒന്നാം പാദം, കാൽഭാഗം, പല നക്ഷത്രക്കാർക്ക് പൊതുവേ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥകൾക്ക്, രോഗങ്ങൾ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ആ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടാനും ആശ്വാസം പ്രാപിക്കാനൊക്കെ സാധിക്കും ആ രോഗാവസ്ഥയിൽ നിന്ന്. അത് വളരെ ഗുണമായിട്ടുള്ളൊരു സമയമാണ്. അതിനൊക്കെ ഏറ്റവും ഗുണമായിട്ടുള്ള സമയമാണ് ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ജോലി, കർമ്മരംഗം, നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖല, അതിനകത്ത് നമുക്ക് മെച്ചപ്പാടുണ്ടാവും, സ്ഥാനക്കയറ്റം ഉണ്ടാവും, മെച്ചപ്പാടുണ്ടാവും, ഗുണസ്ഥിതി വന്നു ചേരും കർമ്മരംഗത്ത്. അങ്ങനെ ഗുണസ്ഥിതി പറയാനുണ്ട് ഈ 3 നക്ഷത്രക്കാർക്കും ഈ സമയം. അവർ ചെയ്യുന്ന പ്രവർത്തന മേഖല ഏതാണോ ആ മേഖലയിൽ അല്പം ഗുണസ്ഥിതി ഉണ്ടാവും, മെച്ചപ്പാടുണ്ടാവും. കച്ചവടമാണെങ്കിൽ മെച്ചപ്പാടുണ്ടാവും, ജോലിയാണെങ്കിൽ അതിൻ്റെ മെച്ചമുണ്ടാവും, സാമ്പത്തിക മെച്ചങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ്. അതുപോലെ തന്നെ ദൂരയാത്രകൾക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതെല്ലാം നടക്കുന്ന ഒരു സമയസ്ഥിതിയാണ് ഈ സന്ദർഭം. ഈ മിഥുനം, കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഈ നാളുകാർക്ക് ദൂരയാത്ര, ദൂരെ ജോലി, വിദേശത്ത് ജോലി, ഇതൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് നടക്കും. ഇതെല്ലാം നടക്കാനുള്ള ഒരു സമയസ്ഥിതിയാണ്. ഇവർ കുറച്ച് കാലങ്ങളായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞൊരു 2-2.5 വർഷക്കാലം, 3 വർഷക്കാലമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള നക്ഷത്രങ്ങളായിരുന്നു ഇത്. കാർത്തികക്കാർക്കാണെങ്കിൽ രോഗാദുരിതങ്ങൾ, ഭരണിക്കാർക്കാർക്കാണെങ്കിൽ കർമ്മരംഗം തടസ്സങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയായിരുന്നു അശ്വതി, ഭരണി, കാർത്തികക്കാർക്ക് കുറേ കാലങ്ങളായിട്ട്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി, കർമ്മരംഗമൊക്കെ മെച്ചപ്പെട്ട് തുടങ്ങി, മാനസിക ക്ലേശങ്ങളിൽ നിന്നൊക്കെ, ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി സമയമാണത്. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കാർക്ക്, കാർത്തിക നക്ഷത്ര സ്ത്രീകൾക്ക് ശാരീരിക ബുദ്ധിമുട്ടിന് സാധ്യതയുണ്ട്. അവർ വീഴാനും, നേത്രമായിട്ട് സംബന്ധപ്പെട്ട് രോഗാതുരിതങ്ങൾ, നേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാഴ്ചക്കുറവ്, അതൊക്കെ വരാൻ സാധ്യതയുണ്ട് കാർത്തികക്കാർക്ക്. അതുപോലെ തന്നെ അവർക്ക് അസ്ഥിയായിട്ട് ബന്ധപ്പെട്ട്, കാലുകളുടെ അസ്ഥികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് അവർക്ക് അങ്ങനത്തെ സമയമാണ്. പിന്നെ ഈ 3 നാളുകാർക്കും കൂടപ്പിറപ്പുകളായിട്ട്, സഹോദരങ്ങളായിട്ട്, സഹോദരിമാരൊക്കെ ആയിട്ടൊക്കെ ലോഹ്യഭാവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അലോഹ്യമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ലോഹ്യങ്ങളെല്ലാം മാറി ലോഹ്യത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മറ്റുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും, സഹായിക്കാനുള്ള മനസ്സും വന്നു ചേരും, സഹായിക്കാനുള്ള സന്ദർഭവും വന്നു ചേരും. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയിലാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പല പല ഗുണങ്ങൾ ഉള്ള സമയമാണ് ഈ നാളുകാർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അശ്വതി, ഭരണി, കാർത്തികക്കാർക്ക്. അവരുടെ പ്രവർത്തന മേഖലയും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മെച്ചത്തിലാക്കാൻ സാധിക്കും. പുതിയ വീട് നിർമ്മിക്കാനാണെങ്കിൽ അത് ശ്രമിച്ചാൽ നടക്കും. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങിക്കാൻ ശ്രമിച്ചാൽ നടക്കും. പുതിയ സംരംഭം തുടങ്ങാൻ ശ്രമിച്ചാൽ നടക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഉന്നതി ലഭിക്കുന്ന ഒരു സമയമാണ് ഈ 3 നാളുകാർക്കും ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ. പിന്നെ പൊതുവെ ധന കാര്യങ്ങൾക്കൊക്കെ മെച്ചപ്പാടുണ്ടാവും, അങ്ങനത്തെ സമയസ്ഥിതിയാണ്. അപ്പോൾ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഈ നാളുകാർക്ക് അല്പം ഗുണസ്ഥിതിയുള്ള സമയമാണ് ഇത്. വിഷമസന്ധിയായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആ വിഷമത്തിൽ നിന്ന് മോചിതരാവാം. കാരണം അതിൽ നിന്നൊക്കെ മോചനം കിട്ടുന്നതും മോചിതമായിട്ടുള്ള ഒരു സമയമാണ് ഈ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാനില്ല, സങ്കടങ്ങൾ ഒന്നും വെക്കണമെന്നില്ല. കാരണം അതിൽ നിന്നൊക്കെ മോചനം കിട്ടി തുടങ്ങുന്ന സമയമാണ്. പിന്നെ ഭാഗ്യസ്ഥിതി ഉണ്ടാവും. ഏതെങ്കിലും രീതിയിൽ വല്ല കുറി ഉണ്ടെങ്കിൽ കുറിയിൽ നിന്ന് പണം കിട്ടാനും, കുറി നറുക്ക് വീഴാനും,
ചെറിയ രീതിയിലൊക്കെ ലോട്ടറി മുഖേനയൊക്കെ സാമ്പത്തികം വന്നു ചേരാനും പിന്നെ പ്രതീക്ഷിക്കാതെ വല്ല പാരമ്പര്യ സ്വത്തുകളായിട്ട് ഭാര്യമാരുടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെയൊക്കെ അവകാശങ്ങളായിട്ട് മാതാപിതാക്കളുടെ അവകാശങ്ങളൊക്കെ ആയിട്ടൊക്കെ സ്വത്ത് വകകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഈ സമയം. അതും പറഞ്ഞാൽ ആരും അനവധി കാശൊന്നും ലോട്ടറി ഒന്നും എടുത്ത് കളയണമെന്നില്ല. നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താലും കിട്ടും. അതിനൊന്നും അനവധി കാശ് കളയണമെന്നില്ല. എന്നാലും എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയമാണിത്. ഭാഗ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുന്നൊരു സമയമാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് അത് പ്രതീക്ഷിക്കുക ധൈര്യമായിട്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ധനമായിട്ട് ബന്ധപ്പെട്ട് ഭാഗ്യങ്ങൾ വന്നു ചേരും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സമയസ്ഥിതിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അപ്പോൾ അത് നമുക്ക് ഗുണത്തിൽ വരും, മെച്ചത്തിൽ വരും, ഒരു സംശയം വേണ്ട. പിന്നെ ഇവർക്ക് കുറച്ചും കൂടിയൊക്കെ മികവ് നേടാനായിട്ട് വഴിപാട് കഴിക്കാവുന്നതാണ്. ഇപ്പം ഈ നാളുകാർക്ക് തന്നെ മാനസികദേശങ്ങളും ബുദ്ധിമുട്ടും ധനമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റം കിട്ടാൻ വഴിപാട് കഴിക്കാവുന്നതാണ്. ദുർഗയ്ക്ക് നെയ്വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഭാഗ്യസൂതാർച്ചന ദുർഗയ്ക്ക് കഴിക്കാവുന്നതാണ്. അത് വളരെ വിശേഷമാണ്. മഹാദേവന് അഘോരമന്ത്രാർച്ചന നെയ്വിളക്കൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കുക, അത് വിശേഷമാണ്. ഇങ്ങനെയുള്ള വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇപ്പം അനുഭവിക്കുന്ന എന്തെങ്കിലും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കതിൽ നിന്ന് മോചനം കിട്ടും. 190% ആൾക്കാർക്കും അനുകൂല സ്ഥിതിയാണ് ഈ സന്ദർഭം, ഈ സമയം. അശ്വതി പറഞ്ഞ കാർത്തികക്കാർക്ക് കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ച് തന്നെ ഇത് കാര്യത്തിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളും, അത് നടന്നോളും കേട്ടോ, സംശയം വേണ്ട. അപ്പോൾ നമ്മളുടെ ഈ ചാനലും ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇതൊക്കെ സംതൃപ്തിയോടെ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണാനുള്ള മനസ്സൊക്കെ ഉണ്ടെങ്കിൽ കാണുക, മറ്റുള്ള ആൾക്കാരോടൊക്കെ കാണാൻ പറയുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം യുക്തിയൊക്കെയാണ്, ഇഷ്ടം പോലെയൊക്കെ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരും. ശുദ്രാശംസകൾ എല്ലാ നന്മകളും നേരും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.